അണ്ണനൊന്നും അഭിനയിക്കാനൊന്നും അറിയത്തില്ല പറ്റി, ചുമ്മാ അണ്ണൻ നമ്മൾ കാണുന്നോണം തന്നെ. നമസ്കാരം. D4Man ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനശ്വര ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കൊരുക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ജയൻ സാറിൻ്റെ 87ാമത് ജന്മദിനത്തോട് അനുബന്ധിച്ച് ജയദീപം ജയൻ ഫാൻസ് ഇൻ്റർനാഷണലിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജന്മദിന ചടങ്ങിൽ ജയൻ സാറിൻ്റെ അമ്മാവിൻ്റെ മകൻ ശ്രീ ജയകുമാർ രാജാറാം സാറാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ സവിശേഷ പൗരുഷത്തെ അല്ലെ വ്യക്തിത്വത്തെ, ആ അവതാര പുരുഷനെ കത്തിച്ചു വെച്ചുകൊണ്ട് ആ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ വാക്കുകളുടെ സാന്നിധ്യം കൊണ്ടും അഭിനയത്തിൻ്റെ ചില എന്താണ് പിന്നെ അനുകരണം കൊണ്ടുമൊക്കെ അണ്ണൻ്റെ ജയൻ്റെ ചില അഭിനയ മുഹൂർത്തങ്ങൾ ജയരാജ് സാറ് കാണിച്ചു. അണ്ണൻ്റെ ജീവിതരേഖയുടെ ഏതാണ്ട് ആ വ്യക്തിത്വത്തിലേക്ക് കടന്നു പോകാവുന്ന രീതിയിലുള്ള ഒരു രേഖാചിത്രം എഴുത്തുകാരനായിട്ടുള്ള ജോഷി ജോർജ് സാറ് വരച്ച് കാണിച്ച് ഒത്തിരിയൊക്കെ ശരിയാണ്. ഞാനും കുറച്ചൊക്കെ അണ്ണൻ്റെ ഈ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ കഥകൾ നമുക്ക് ഉച്ചയ്ക്ക് പങ്കുവെക്കാം. അപ്പം നിങ്ങൾ കാണുന്ന ജയൻ എന്ന് പറയുന്നത്, സിനിമയിൽ കാണുന്ന ജയൻ പുതുതായിട്ട് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ഞാനൊക്കെ കുഞ്ഞുനാളിലെ കാണുന്ന ആ ജയൻ, ആ അണ്ണൻ്റെ മാനറിസം അതായിരുന്നു. അണ്ണൻ്റെ ആ ശബ്ദത്തിലുള്ള ഒതുക്കവും ഇതും, പിന്നെ അതുപോലെ ബോഡി ലാംഗ്വേജും നടത്തിയും ഇരുത്തവും എല്ലാം നമ്മൾ സിനിമയെ കാണുന്നത് തന്നെ. ഞാൻ തന്നെ അപ്പച്ചിയായിട്ട് പറയാറുള്ളൂ, അണ്ണനെ അഭിനയിക്കാനൊന്നും കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതാണ്. അണ്ണനൊന്നും അഭിനയിക്കാനൊന്നും അറിയത്തില്ല അപ്പച്ചി, ചുമ്മാ അണ്ണൻ നമ്മൾ കാണുന്നോണം തന്നെ. യഥാർത്ഥത്തിൽ അത് തന്നെ. പക്ഷെ അത് പിന്നാണ് നമ്മൾ അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഈ അണ്ണനെ ഓർക്കുന്ന തന്നെ വളരെ വിങ്ങലോടാണ്. ആ അണ്ണൻ ജീവിച്ചിരുന്നപ്പം നമുക്ക് വളരെ സാമീപ്യമുള്ളതുകൊണ്ട്, അണ്ണനായതുകൊണ്ടും കുഞ്ഞുനാൾ പോലെ കാണുന്ന ആളായതുകൊണ്ടും, പിന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള കാരണവന്മാരുടെ അടുത്തെല്ലാം വളരെ വിനയാന്വിതനായിട്ട്, വളരെ അനുസരണയുള്ള, വളരെ ഗുരുത്വമുള്ള ഒരു മകനായിട്ടോ ശേഷക്കാരനോ എൻ്റെ അച്ഛന് മുമ്പിലൊന്നും അണ്ണൻ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഇരുന്നിട്ടില്ലെന്നുള്ളതാണ്. അതാണ് അണ്ണൻ്റെ ഗുരുത്വം. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ നിൽക്കുമ്പം അണ്ണൻ്റെ സിംഹത്തിൻ്റെ കണക്ക് പെട്ടെന്ന് ഭാവം മാറും. അച്ഛൻ്റെ അടുത്ത് വരുമ്പം കുഞ്ഞാടിനെ പോലെ, ഒരു മുയൽ കുഞ്ഞിനെ പോലെ, മാമ ഇടാ അവിടെ കയറി നോ. അതായിരുന്നു അണ്ണൻ്റെ ഗുരുത്വം. അതുപോലെ മുതിർന്ന കലാകാരന്മാരെയൊക്കെ ആദരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞല്ലോ. പിന്നെ ഇപ്പം പറഞ്ഞ അതേ സാർ പറഞ്ഞു, ഈ കലവറയില്ലാത്ത നിഷ്കളങ്ക അണ്ണൻ ജാടയൊന്നും കാണിക്കാറില്ലായിരുന്നു. ആരോടും അങ്ങനെ നിർവ്യാജമായൊരു സ്നേഹമായിരുന്നു. ഒരുമാതിരി ഈ മുനിമാരുടെയൊക്കെ സാദൃശ്യപ്പെടുത്താവുന്ന ജീവിതത്തോടുള്ള ഒരുമാതിരി നിർമ്മമത്വം. ഈ ബോഡിയൊക്കെ നോക്കുമെങ്കിൽ പോലും ആളിനൊരു സന്യാസി മനസ്സുണ്ടായിരുന്നു അല്ലേ. ആഹാരത്തോടെ അങ്ങനെ വലിയ പ്രതിപത്തിയില്ല. ശരിയാണ്, നല്ല വേഷങ്ങളും ഒക്കെ, നല്ല ചെരുപ്പ് വാങ്ങിക്കും, നല്ല വാച്ച് വാങ്ങിക്കും, നല്ല വിലയുള്ള ഇത് കാണിക്കും, ശരീരമൊക്കെ നല്ലോണം, അതൊക്കെ ഉണ്ടായിരുന്നു അതിനടുത്തേക്ക്. അതൊന്നും പക്ഷേ അതിനപ്പുറത്ത് ഒരു സന്യാസിയുടെ മനസ്സുണ്ടായിരുന്നു എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ഒരു നിർമ്മമ്മനായിരുന്നു. നമ്മൾ ഭഗവാന്മാരെ കുറിച്ചൊക്കെ ഇപ്പോൾ രാമായണമൊക്കെ അല്ലേ, ചിലപ്പോൾ എനിക്ക് അണ്ണനെ ഈ രാമനോടൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ശ്രീരാമനെ കാണുന്ന ചില പടങ്ങളിലൊക്കെ കാണത്തില്ലേ, ഈ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ജയരാജ് സാറൊക്കെ രവി സാറൊക്കെ അത് കണ്ടു കാണും. ഈ നേരിട്ട് കണ്ടാൽ ഞാനത് പറഞ്ഞ അത്ഭുതാന്തരങ്ങളോടല്ലാതെ ഇപ്പോൾ ഓർക്കാൻ പോലും പറ്റത്തില്ല. ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്നു. നേരത്തെയൊക്കെ അണ്ണനെ ഓർക്കുമ്പോൾ തന്നെ ഞാൻ വിങ്ങുമായിരുന്നു. ഇപ്പോൾ ഓർക്കാൻ ശ്രമിക്കാറില്ല. കാര്യം ഞാനും പ്രായമായി, ഇനി വലിയ ആയുസ്സൊന്നും കാണത്തൊന്നുമില്ല. അപ്പോൾ ചെറുപ്പകാലത്തൊക്കെ കണ്ണൂക്കാരാദ്യം വിളിക്കുമ്പം എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങ് 3-4 സന്ദർഭമൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ ഒരു ദൈവത്തെ പോലെ സങ്കല്പിച്ച് അവിടെ നിരുത്തും. പക്ഷേ എൻ്റെ അപ്പച്ചിക്കൊരു സുഖമാണ്, ജയൻ്റെ അമ്മയ്ക്ക്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഈ ബോഡിയൊക്കെ നോക്കും എന്നുള്ളത്. പക്ഷേ അമ്മ വളർത്തിയ കണ്ണനായിരുന്നു അണ്ണൻ. അതിനകത്ത് ഈ ജയനാക്കുന്നതിനകത്ത് ആ അമ്മയ്ക്ക് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. കൊച്ചുനാൾ മുതലേ ഈ വെണ്ണയൊക്കെ ഉരുട്ടി കൊടുത്ത് ഓടാനൊക്കെ ശീലിപ്പിച്ച് ശരീരമൊക്കെ പുഷ്ടി വരുത്തുന്ന രീതിയിൽ കൂടെ എക്സസൈസൊക്കെ ചെയ്ത്, അപ്പം പിന്നെ ആ രൂപം നിങ്ങൾക്കറിയാമല്ലോ, കണ്ടവർക്കുള്ളവർ. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ജയരാജ് സാറാണെന്ന് പറഞ്ഞു തന്നു, അതോ രവി സാറാണ്. നമ്മൾ പിന്നെ നേരിട്ട് കാണുന്ന ജയൻ സിനിമയിൽ കാണുന്നതിനേക്കാളും സുന്ദരനാണ്. മനസ്സിലായി? ഇത്രയും ദീപ്തമായ കണ്ണുകളാണ്, എൻ്റെ കണ്ണുകളാണ് ഏറ്റവും മനോഹരത. അപ്പം ജയരാജ് സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറിനൊക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ സാറ് വേഴ്സറ്റൈൽ പേഴ്സണാലിറ്റിയാണ്. സാറിന് ഒരുപാട് കഴിവുകളുണ്ട്. ഇപ്പോൾ ഏതാ സാറ് പാട്ട് പാടണോ, അതോ മിമിക്രി കാണിക്കണോ, അഭിനയിക്കാൻ പോകണോ, സംവിധാനം പോകണോ, രചനയ്ക്ക് പോകണോ, ഇവർക്കൊക്കെ വരുന്നത്. പക്ഷേ അണ്ണൻ അങ്ങനല്ല, അഭിനയം മാത്രം. അണ്ണൻ്റെ ആ മാനസ്, അതാ അവർ രക്ഷപ്പെടുന്നത്.
ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വെള്ളം കാണുന്ന ഒരു കുഴി ഒഴിക്കണമെന്ന് പറയുന്നതാണ്. ഇപ്പോൾ സാറ് ഏതെങ്കിലും ഒരു ഫീൽഡിൽ ജയരാജ് സാറൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നെങ്കിൽ സാറൊക്കെ ഇപ്പം ഉള്ള പേരിനേക്കാൾ എത്രയോ ഇപ്പോൾ സാറാ കൊടിയേറ്റം ഗോപിയുടെ കാരിക്കച്ചറൊക്കെ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ബഹുമാനമാണ് സാറിന് തോന്നുന്നത്. കാര്യം ഗോപി എങ്ങോട്ട് പോയെന്ന് ചോദിക്കേണ്ട, കൊടിയേറ്റം ഗോപിയൊക്കെ. അപ്പം രവി സാറ് ടി ജി രവി സാറ് പോലായിരുന്നു ഈ അഭിനയത്തിൻ്റെയൊക്കെ സർഗാത്മകത, വ്യത്യസ്തമായൊരു ഭാവമൊക്കെ അവരുടേതായ രീതിയുണ്ട്. അണ്ണൻ്റെ രീതിയായിരുന്നു. പക്ഷേ നമ്മളാരും അണ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ കാര്യം നോക്ക്. അപ്പച്ചി പറയുമായിരുന്നു. ഞാനും കുഞ്ഞുനാളിലേക്ക് കൊച്ചുനാൾ പോലെ അഭിനയിക്കുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഡ്രമാറ്റിക് ക്ലബ്ബിലങ്ങുമായിരുന്നു, സ്പോർട്സിലുണ്ടായിരുന്നു, ഒത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പക്ഷേ വിലക്കുമായിരുന്നു. അപ്പച്ചി പറഞ്ഞാൽ അവനെയും കൂടെ ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ തലവേര വേണം, ദൈവോട് അനുഗ്രഹിക്കണം, സരസ്വതി അനുഗ്രഹിക്കണം, മനസ്സിലായില്ലേ, ലക്ഷ്മിയെ അനുഗ്രഹിക്കണം, ശിവൻ നടനത്തിൻ്റെ ദേവനായുള്ള ശിവൻ, ഇവരുടെ എല്ലാം അനുഗ്രഹം അത് പൂർവജന്മയുധമാണ്. അപ്പം ഇതാണ് അണ്ണനെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവതാരമാണ്. നമ്മളെല്ലാം അവരെ ആഘോഷിക്കുകയാണ്. യേശുദാസിനെ ആഘോഷിക്കുന്ന പോലെ, അദ്ദേഹത്തിന് പാട്ട് ആസ്വദിക്കുന്ന പോലെ നമ്മളവരെയൊക്കെ ആഘോഷിക്കുകയാണ്. ഇവർക്കൊക്കെ നമുക്ക് അപ്പോൾ ആ ഓർമ്മകൾ നമ്മൾ പുതുക്കണം. അതുപോലെ നമ്മൾ മലയാളിക്കൊക്കെ അഭിനയിക്കാവുന്ന ഒരു സവിശേഷ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്നുള്ളത് പിന്നെ ഞാൻ പറയാതെ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അണ്ണൻ്റെ ഓരോ ഇതല്ല, അണ്ണൻ്റെ നഖം എങ്ങനെ, കണ്ണെങ്ങനെ, കാലെങ്ങനെ, ബോഡി ലാംഗ്വേജ് എങ്ങനെ, അണ്ണൻ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചു, അണ്ണൻ്റെ ഡയലോഗിൻ്റെ ടോൺ എങ്ങനെ, ഇതൊക്കെ ഏതൊക്കെ ഡയലോഗാണ് എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. എനിക്ക് അണ്ണനായിരുന്നു, വളരെ പ്രിയപ്പെട്ട അണ്ണനായിരുന്നു. പിന്നെ എന്താണ്, വളരെ നഷ്ടബോധത്തോടെ അപ്പം പറഞ്ഞിരുന്നു മഹാബലിപുരത്തൊരു വീട് വാങ്ങിച്ച കാര്യവും. ഞാനവിടെ നിന്നാണ് പഠിച്ചത്. 77 മുതൽ 80 വരെ അണ്ണൻ്റെ ആ പുഷ്കര കാലത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വരുന്നതും പോകുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പല കാര്യത്തിലും ഞങ്ങൾ വഴക്കിട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും അപ്പച്ചിയുടെ കൂടെ, കാര്യം എൻ്റെ അമ്മയാണല്ലോ അവർ, ഭയങ്കര കരുതലായിരുന്നു അപ്പച്ചിക്ക്. അതുകൊണ്ട് എപ്പോഴും അപ്പച്ചിയുടെ കൂടെ നിൽക്കത്തില്ല. അതിനെന്നെ വഴക്ക് പറഞ്ഞു, നീ എപ്പോഴും അമ്മയുടെ കൂടെ നിൽക്കത്തുള്ളൂ, ഈ തള്ള പറയുന്നൊന്നും കേൾക്കത്തില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്. ഈ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. ഈ ഒരിക്കലും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പടം പൂജാമുറി വെച്ച് പൂജിച്ചൂടാ. അപ്പച്ചി ചെയ്ത ഏറ്റവും മോനെ വലിയ ഇതാണ്, മോനെ ദീപം പോലാണ് അപ്പച്ചി കണ്ടത്. ആ മോൻ ദൈവമായിരുന്നു അപ്പച്ചിക്ക്. പൂജാമുറിയിൽ അണ്ണൻ്റെ പടം വെച്ച് അപ്പച്ചി പൂജിക്കുമായിരുന്നു. അതൊക്കെയാണ് ചെയ്ത ഏറ്റവും വലിയ. അങ്ങനെ ചെയ്തുകൂടാ. ഞാൻ ചോദിക്കും, അപ്പച്ചി എന്ത് വട്ടായി കാണിക്കുന്നു എന്ന് ചോദിക്കും, നീ പടാ കുശുമ്പ എന്ന് പറയുമായിരുന്നു. അത് പക്ഷേ അത് വേറൊന്നും കൊണ്ടല്ല, ആ ഒരു അങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളതാണ്. പിന്നെ ഒത്തിരി കാര്യം പിന്നെ നമുക്ക് പങ്കിടാം, സമ്പാദ്യത്തിൽ പങ്കിടാം. നിങ്ങൾ ഓരോരുത്തർക്കും ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള പ്രദേശത്ത് വന്ന നിങ്ങൾ ഓരോരുത്തർക്കും പിന്നെ സരസ്വതി അനുഗ്രഹിച്ചിട്ടുള്ള, ലക്ഷ്മി അനുഗ്രഹിച്ചിട്ടുള്ള, ശിവൻ അനുഗ്രഹിച്ചിട്ടുള്ള ടി ജി രവി സാറിനും ജയരാജ് വാര്യർ സാറിനും, അതുപോലെ തന്നെ പുസ്തകം എഴുതിയിട്ടുള്ള അവരെ ബിസിനസ് രംഗത്തു നിന്ന് വന്ന ബോബി സാറ്, പിന്നെ വേറൊരു പുസ്തകം അജയ്യം എഴുതിയിട്ടുള്ള യുവ സാഹിത്യകാരന്. അപ്പോൾ ഇവരെല്ലാം പ്രേരക ശക്തിയായിട്ടില്ലേ, നമ്മളെല്ലാം ഉണർവിൻ്റെ ഉർവരതയുടെയൊക്കെ ഇല്ലേ ഒരു പ്രതീകമായിട്ട് നമുക്ക് ഇങ്ങനെ ഇല്ല ഉണർത്തുപാട്ടായിട്ട് ആണ് ഇപ്പോഴും നമ്മുടെ കൂടെ തുടികൊട്ടി നിൽക്കുന്നു എന്നുള്ളത് കാണുമ്പം ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കേരളത്തിന് വേണ്ടിയിട്ട്, മലയാളിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും ഞാൻ അഗൈതമായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.